ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സംഖ്യകൾ സംഖ്യകൾ അല്ലെങ്കിൽ നമ്പേഴ്സ്. ഓക്കെ, നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ നമ്മൾ ഇന്ന് പറയുന്നത് ടൈപ്പ് ടൈപ്പ് 1 ആണ്. ഓക്കെ, ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കുറേ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമ്മളെ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. ഓക്കെ, ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവരായിരുന്നാലും ശരി തന്നെ, മലയാളത്തിൽ എക്സാം ആയിരുന്നിരുന്നാലും ശരി തന്നെ, ഈ നിയമം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇനി അങ്ങോട്ട് നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും ബേസ് തൊട്ടാണ് പറയുന്നത്. ഇതിൽ മൊത്തം 8 ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നമ്പർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് 8 ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതിൽ ടൈപ്പ് 1 ക്ലാസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ആദ്യം തൊട്ട് അവസാനം വരെ നിർബന്ധമായിട്ടും കാണുക. ഓക്കെ, ഈ ക്ലാസ് കണ്ടതിന് ശേഷം ടെലഗ്രാമിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും. അപ്പോൾ ആ ചോദ്യങ്ങൾ ചെയ്യുക. ഓക്കെ, അങ്ങനെ നമുക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാത്സിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 4ഓളം മാർക്ക് ഒരു പരീക്ഷയ്ക്കിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ GDക്കൊക്കെ ആണെങ്കിൽ ഒരു ചോദ്യം 2 മാർക്ക് എന്ന രീതിക്കാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 8 മാർക്ക് വരെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്പർ സിസ്റ്റമായിട്ട് വരുമ്പോൾ ആദ്യം നമ്മൾ കുറച്ച് നിയമം പഠിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് 2ൻ്റെ ഗുണിതം അല്ലെങ്കിൽ 2ൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സംഖ്യകൾ തരും. ഓക്കെ, സംഖ്യകൾ തരും. അതായത് 4, 8, 5, 7 4527, അതുപോലെ 3212, അതുപോലെ 4274, ഇങ്ങനെ കുറച്ച് സംഖ്യകൾ തരും. ഓക്കെ, 5005, ഇങ്ങനെയൊക്കെ കുറച്ച് സംഖ്യകൾ തരും. ഇനി നിങ്ങളുടെ ചോദ്യം ഇതായിരിക്കും: താഴെ തന്നിരിക്കുന്ന സംഖ്യകളെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന സംഖ്യകൾ ഏതൊക്കെ എന്ന് ചോദിക്കും. ഓക്കെ, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ആദ്യത്തെ ടൈപ്പ് ചോദ്യം ഇതാണ്. ഓക്കെ, താഴെ തന്നിരിക്കുന്ന സംഖ്യയിൽ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകൾ ഏത് എന്നൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് നിയമങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഓരോ സംഖ്യകളെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് അത് വേണ്ട. നമുക്ക് കുറച്ച് നിയമം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നിയമം ഇതാണ്: ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം, അതായത് ഒറ്റ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, 4574 എന്ന് പറയുന്ന നമ്പർ, ഇതിൻ്റെ ഒറ്റ എന്ന് പറയുമ്പോൾ ഈ സൈഡിലെ അക്കമാണ്. ഓക്കെ, വലത് സൈഡിൽ നിന്നും ഇടത്തോട്ട് വേണം പോവാൻ. ഇതിൽ നമുക്ക് 1s, 10s, 100, പിന്നെ 1000 ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. മലയാളത്തിൽ വരുമ്പോൾ ഒറ്റ, 10, 100, 1000 എന്ന് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ ഒറ്റ എന്ന് പറയുന്നത് എപ്പോഴും അറ്റത്തെ സംഖ്യയായിരിക്കും, അല്ലെങ്കിൽ 1s എന്ന് പറയുന്നത് എപ്പോഴും അറ്റത്തെ സംഖ്യയായിരിക്കും. ഓക്കെ, അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0, 2, 4, 6, 8, അതായത് ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ. ഓക്കെ, അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ ആണ് എങ്കിൽ ഈ സംഖ്യ 2 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിശേഷം ഹരിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ തന്നിരിക്കുന്നത് 2ൻ്റെ ഗുണിതമാണ് അല്ലെങ്കിൽ 2ൻ്റെ മൾട്ടിപ്പിളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഒന്നും കൂടെ ഇപ്പോൾ നമുക്ക് നോക്കാം. 2712 എന്ന് പറയുന്ന സംഖ്യ പരീക്ഷയ്ക്ക് നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഈ തന്നിരിക്കുന്ന സംഖ്യകളിൽ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന സംഖ്യ ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഓപ്ഷനിൽ നോക്കും. ഈ ഒറ്റയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ 1സിൻ്റെ സ്ഥാനത്ത് 0, 2, 4, 6, 8, 10 അടങ്ങുന്ന സംഖ്യകൾ ഉണ്ടോ എന്ന് നോക്കുക.
ഓക്കെ, അതായത് ഇരട്ട സംഖ്യയാണോ, വൺസിൻ്റെ സ്ഥാനത്തിൽ ഇരട്ട സംഖ്യയാണോ അല്ലെങ്കിൽ ഈവൺ നമ്പർ ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ ആ സംഖ്യ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ തന്നിരിക്കുന്നത് 2ൻ്റെ മൾട്ടിപ്പിളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യ ഏത് എന്ന് ചോദിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ 2ൻ്റെ മൾട്ടിപ്പിൾ ഏത് എന്ന് ചോദിക്കുകയും ചെയ്യും. 2ൻ്റെ ഗുണിതമായിട്ടുള്ള ഒരു സംഖ്യയെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണം എന്ന് പറയുമ്പോൾ 2 × 2 4 എന്ന് പറയും. ഈ 4നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അടുത്ത് 2 × 2 × 2. ഓക്കെ, 2 × 2 4, 4 × 2 8. 8നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 8 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്ടേ, 2ൻ്റെ മൾട്ടിപ്പിളാണ്. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഓക്കേടാ, അപ്പോൾ ഈ ഒരു മോഡൽ, ആദ്യത്തെ മോഡൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ അടുത്ത മോഡലിലോട്ട് പോവാം. അടുത്ത മോഡലല്ല, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ ഇനി 3ൻ്റെ ഗുണിതം. ഓക്കെ, അല്ലെങ്കിൽ താഴെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കുറച്ച് സംഖ്യകൾ തന്നിരിക്കും. ഓക്കെ, കുറച്ച് സംഖ്യകൾ തന്നിരിക്കും. ആ സംഖ്യകൾ 3ൻ്റെ ഗുണിതമാണോ എന്ന് ചോദിക്കും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് എങ്കിൽ 11, 22, 45 എന്ന് പറയുന്ന സംഖ്യ. ഓക്കെ, 11, 22, 45 എന്ന് പറയുന്ന സംഖ്യയെ 3ൻ്റെ ഗുണിതമാണോ അല്ലെങ്കിൽ 3ൻ്റെ മൾട്ടിപ്പിളാണോ അല്ലെങ്കിൽ ആ സംഖ്യയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. എന്തായിരുന്നാലും ഇതുപോലത്തെ വലിയ നമ്പരെ തരത്തുള്ളൂ. ഓക്കെ, ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന നിയമം അറിഞ്ഞൂടാ എങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഓരോ സംഖ്യയെയും നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്കത് വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന നിയമം അനുസരിച്ച് പോവാം. ഓക്കെ, ഈ നിയമം എന്താണ്, ഒരു സംഖ്യയിലെ അക്കങ്ങളല്ല കേട്ടോ, അക്കങ്ങളാണേ, ഓക്കെ, അക്കങ്ങൾ അല്ലെങ്കിൽ നമ്പേഴ്സ് നിശേഷം ഹരിക്കാമെങ്കിൽ, ഓക്കെ, ആ സംഖ്യ 3ൻ്റെ ഗുണിതമാണ്. അതായത് ഈ തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക, ഓക്കെ, അക്കങ്ങളുടെ തുക, അതായത് ഈ തന്നിരിക്കുന്ന ഓരോ നമ്പറുകൾ, ഇപ്പോൾ 1 + 1 + 2 + 2 + 4 + 5. ഓക്കെ, ഇതാണ് അക്കങ്ങളുടെ തുക അല്ലെങ്കിൽ നമ്പേഴ്സിൻ്റെ തുക എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൂട്ടി നോക്കാം. 2, 1 1 2, ഇവിടെ 4, 6, 10, 15. ഓക്കെ, കൂട്ടി കിട്ടുമ്പോൾ 15 എന്ന് പറയും. ഈ 15 എന്ന് പറയുന്നത് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലടേ. നോക്കാം, നമുക്ക് 15 × 3 എത്രയും നോക്കാം. ഓക്കെ, 1 3 3, 2 3 6, 3 3 9, 4 3 12, 5 3 15. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യടാ, ഈ 5നെ നമുക്ക് ഈ പറയുന്ന 15നെ 3 കൊണ്ട് നിശേഷം ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പറയുന്ന 15 എന്ന് പറയുന്നത് എന്താണ്ട, നമുക്ക് ഈ പറയുന്ന 15 എന്ന് പറയുന്നത് 3ൻ്റെ ഗുണിതത്തിലുള്ള നമ്പറല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നമ്പറിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. പറ്റൂലേടേ? പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സംഖ്യ കൂടെ നോക്കാം. 2 2 3 1. ഓക്കെ, നോക്കാം. ഈ പറയുന്ന 2231 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് 3ൻ്റെ ഗുണിതത്തിലുണ്ടോ അല്ലെങ്കിൽ 3ൻ്റെ മൾട്ടിപ്പിൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ അതിൽ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഓരോ സംഖ്യ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. 2 + 2 + 3 + 1. ഓക്കെ, 2 + 2 4, 4 3 7, 7 1 8. ഓക്കെ, 7 1 8 എന്ന് കിട്ടും. അപ്പോൾ 8 എന്ന് പറയുന്നത് 3ൻ്റെ ടേബിളിലുണ്ടോ നോക്കി നോക്കാം നമുക്ക്. 1 3 3, 2 3 6, 3 3 9. ഓക്കെ, അപ്പോൾ നമുക്ക് 9 കിട്ടുന്നത് ഇല്ലേ, 9 കിട്ടുന്നത്. 8നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ തന്നിരിക്കുന്ന സംഖ്യ എന്തല്ല, 3ൻ്റെ മൾട്ടിപ്പിളല്ല, 3ൻ്റെ ഗുണിതമല്ല. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എങ്കിൽ അടുത്തയിലോട്ട് പോകാം. അടുത്തത് 4ൻ്റെ ഗുണിതം അല്ലെങ്കിൽ 4ൻ്റെ മൾട്ടിപ്പിൾ. ഓക്കെ, 4ൻ്റെ
മൾട്ടിപ്പിളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, 4ൻ്റെ ഗുണിതം അല്ലെങ്കിൽ 4ൻ്റെ മൾട്ടിപ്പിൾ. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു മോഡലാണ്. ഓക്കെ, നമുക്ക് ആദ്യം നമ്പർ എഴുതാം. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ ഈ 4ൻ്റെ മൾട്ടിപ്പിൾ ഏത് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചോദ്യം എഴുതാം. ഓക്കെ, 10, 23, 62, 8. ഓക്കെ, ഈ പറയുന്ന സംഖ്യ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ 4ൻ്റെ ഗുണിതത്തിൽ ഉള്ളതാണോ എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നിയമം നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ല നമ്മൾ ഡിവൈഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നേരം വെളുക്കും. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നിയമമുണ്ട്, ആ നിയമം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു സംഖ്യയിലെ അവസാനത്തെ 2 അക്കങ്ങൾ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന സംഖ്യയിലെ അവസാനത്തെ 2 അക്കങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്, 28 ആണ്. ഓക്കെ, 2 അക്കങ്ങൾ പൂജ്യങ്ങൾ ആവുകയോ അല്ലെങ്കിൽ അവസാനത്തെ 2 അക്കങ്ങൾ ചേരുന്ന സംഖ്യയെ 4 കൊണ്ട് നിശേഷം ഹരിക്കുകയോ സാധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ സംഖ്യ 4ൻ്റെ ഗുണിതമാണ്. ഓക്കെ, എടാ ഇവിടെ നോക്കിയോ, ഇപ്പോൾ അവസാനത്തെ സംഖ്യ ഈ 10, 23, 62, 8 എന്ന് പറയുന്ന സംഖ്യയുടെ അവസാനത്തെ 2 സംഖ്യ എന്ന് പറയുന്നത് 28 ആണ്. അപ്പോൾ നമ്മളെ നിയമത്തിൽ ഇതാണ് പറയുന്നത്, ഒന്നീ പൂജ്യമാകാം, അവസാനത്തെ 2 അക്കങ്ങൾ ആവുകയോ അല്ലെങ്കിൽ ഈ 2 അക്കങ്ങൾ ചേരുന്ന സംഖ്യയെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുവാൻ പറ്റുകയും വേണം. അപ്പോൾ 28 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കടാ. 28/4 എത്ര? 1 4 4, 2 4 8, 3 4 12, 4 4 16, 5 4 20, 6 4 24, 7 4 28 എന്ന് കിട്ടും. അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 28 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 28നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 10, 23, 62, 8 എന്ന് പറയുന്ന സംഖ്യ, വലിയ സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചോദ്യം കൂടെ ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, 26, 34, 71, 2. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കും, ഈ തന്നിരിക്കുന്ന സംഖ്യയെ 4 കൊണ്ട് നിശേഷം ഹരിക്കുവാൻ സാധിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ 4ൻ്റെ മൾട്ടിപ്പിൾ വരുന്നതാണോ അല്ലയോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവസാനത്തെ 2 അക്കങ്ങൾ നോക്കും. അവസാനത്തെ 2 അക്കങ്ങൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒന്നീ 0 വരണം, അല്ലെങ്കിൽ തന്നിരിക്കുന്ന 2 സംഖ്യകളെ 4ൻ്റെ ടേബിളിലുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. 1 4 4, 2 4 8, 3 4 12. നോക്കിയടാ, 12 കിട്ടിയല്ലോ, ടേബിളിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന വലിയ മുട്ടൻകാട്ട സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, എടാ ഉള്ളതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു സംഖ്യയാണ് 5ൻ്റെ ഗുണിതം. ഓക്കെ, അതായത് തന്നിരിക്കുന്ന സംഖ്യയിൽ ഒറ്റയുടെ സ്ഥാനം അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ അക്കം 0 അല്ലെങ്കിൽ 5 ആയി വന്നാൽ, അതായത് 32, 74, 50. ഓക്കെ, അവസാനത്തെ സംഖ്യ 0 അല്ലെങ്കിൽ 5, അതായത് 15, 27, 15. ഓക്കെ, ഈ അവസാനത്തെ സംഖ്യ 0 5 ആയി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന സംഖ്യയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ 32, 74, 34 ഈ സംഖ്യയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അവസാനം നമുക്ക് 0-ഉമല്ല വന്നിരിക്കുന്നത്, 5-ഉമല്ല വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതോ 12, 74, 15 ഇതാണെങ്കിലോ
പറ്റും. കാരണം എന്താ? അവസാനത്തെ സംഖ്യ 5 നമ്മുടെ നിയമം എന്താണ്? ഒരു സംഖ്യയിലെ അവസാനത്തെ അക്കം 0 ആവുകയോ അല്ലെങ്കിൽ 5 ആകുകയോ ചെയ്താൽ ആ വലിയ സംഖ്യ നമുക്ക് എന്ത് ചെയ്യടാ? 5ൻ്റെ ഗുണിതമാണെന്ന് പറയാം. ഓക്കെ, മനസ്സിലായോ? എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ശരി. ഇനി 6ൻ്റെ ഗുണിതമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, 6ൻ്റെ ഗുണിതം. ഇവിടെ നോക്കിയോ, ഇത് ഒരല്പം വലിയ മെനക്കേടൊന്നുമല്ല, സിമ്പിളായിട്ട് തന്നെയാണ്. ഒരല്പം ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്ന് നോക്കാം. 6ൻ്റെ ഗുണിതം. താഴെ തന്നിരിക്കുന്ന സംഖ്യ പരീക്ഷയ്ക്ക് ചോദിക്കും. 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കും. ഓക്കെ, ചോദിക്കും. അത് ഉറപ്പായിട്ടും ചോദിക്കൂടാ. കാരണം നിങ്ങൾക്ക് മിക്ക പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യത്തിലോട്ട് പോവാം. ഇവിടെ തന്നിരിക്കുന്ന ഒരു സംഖ്യ നമുക്ക് എങ്ങനെ 6ൻ്റെ ഗുണിതമാണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു സംഖ്യ ഇരട്ട സംഖ്യ ആയിരിക്കുകയും അതേസമയം 3ൻ്റെ ഗുണിതമാവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ സംഖ്യയെ 6ൻ്റെ ഗുണിതമാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? ഒരു സംഖ്യ ഇരട്ട സംഖ്യ ആയിരിക്കുകയും അതേസമയം 3ൻ്റെ ഗുണിതമായിരിക്കുകയും ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? അത് 6 കൊണ്ട് അതിനെ നിശേഷം ഹരിക്കാമെന്ന് പറയാം. ഓക്കെ, നിശേഷം ഹരിക്കാമെന്ന് പറയാം. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു സംഭവം നമുക്ക് ചെയ്ത് നോക്കാം. 75, 21, 6. ഓക്കെ, നമ്മുടെ നിയമം എന്താ? ഒരു സംഖ്യ ഇരട്ട സംഖ്യ ആയിരിക്കുകയോ 2ൻ്റെ ഗുണിതം അതേസമയം, അല്ലെങ്കിൽ ഇരട്ട സംഖ്യ ആയിരിക്കുകയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ൻ്റെ ഗുണിതം. ഓക്കെ, ഇരട്ട സംഖ്യ ആയിരിക്കുകയോ അതേസമയം അത് 3ൻ്റെ ഗുണിതമാവുകയോ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 6ൻ്റെ ഗുണിതമാണെന്ന് പറയാം. ഓക്കെ, ഇത് ഇരട്ട സംഖ്യയാണോ? ആണ്. കാരണം എന്താ? ഏറ്റവും അവസാനം 6 എന്ന് പറയുന്ന സംഖ്യ ഉണ്ട്. 6 എന്ന് പറയുന്നത് 2, 4, 6, 8 ഈവൻ നമ്പേഴ്സ് അല്ലേടെ, ഇരട്ട സംഖ്യയല്ലേടെ. ഇനി 3ൻ്റെ ഗുണിതം ആണോ എന്നിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് 7 + 5 + 2 + 1 + 6. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടുമോടാ? 14, 15, 16, 17, 21 എന്ന് കിട്ടും. ഓക്കെ, 21 എന്ന് കിട്ടും. 21 3ൻ്റെ ടേബിളിലുണ്ടോ? ഉണ്ടല്ലോ. 7 × 3 അല്ലേ, 7 3 അല്ലേ 21. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. തന്നിരിക്കുന്ന സംഖ്യ 75, 21, 6 എന്ന് പറയുന്ന സംഖ്യ ഒരു ഇരട്ട സംഖ്യയാണ്. കാരണം അവസാനം ഈവൻ നമ്പറാണ് വന്നത്, 6 എന്ന് പറയുന്ന നമ്പറാണ് വന്നത്. അതിനേക്കാളുപരി നമ്മൾ 3ൻ്റെ ഗുണിതം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. എന്നിട്ട് 3ൻ്റെ ഗുണിതം ആണോ എന്നും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ 3ൻ്റെ ഗുണിതം എങ്ങനെയാണ് നമ്മൾ നോക്കിയത്? തന്നിരിക്കുന്ന സംഖ്യയെ എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്തു? കൂട്ടിയപ്പോൾ 3ൻ്റെ ഗുണിതമാണോ ആ കിട്ടുന്ന സംഖ്യ എന്ന് നോക്കുക. ആണ് എങ്കിൽ അത് 6ൻ്റെ ഗുണിതമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 2, 2, 4, 6. ഓക്കെ, തന്നിരിക്കുന്ന സംഖ്യ 6ൻ്റെ ഗുണിതമാണോ അല്ലയോ എന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? തന്നിരിക്കുന്നത് 2ൻ്റെ ഗുണിതമാണോ തന്നിരിക്കുന്നത് 2ൻ്റെ ഗുണിതമാണോ അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാണോ? ആണ്. കാരണം 6 ആണ് അവസാനം വന്നത്. 6 എന്ന് പറയുന്നത് അതൊരു ഈവൻ നമ്പറാണ്, അല്ലെങ്കിൽ അതൊരു ഇരട്ട സംഖ്യയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന സംഖ്യ 3ൻ്റെ ഉണ്ടോ എന്ന് നോക്കുക. 3ൻ്റെ ഗുണിതത്തിലുണ്ടോ എന്ന് നോക്കുക. എല്ലാം കൂടെ കൂട്ടുക. 2 + 2 + 4 + 6.
ഓക്കെ, 6 4 10, 12 14. അപ്പോൾ നമുക്ക് ടോട്ടൽ 14 എന്ന് കിട്ടി. ഇനി 3ൻ്റെ ടേബിളിൽ 14 ഉണ്ടോ എന്ന് നോക്കാം. 1 3 3, 2 3 6, 3 3 9, 4 3 12, 5 3 15. ഇല്ല. അപ്പോൾ 14 എന്ന് പറയുന്നത് 3ൻ്റെ ടേബിളിൽ ഇല്ല. അപ്പോൾ ഈ തന്നിരിക്കുന്ന 22 46 എന്ന് പറയുന്ന സംഖ്യ 6ൻ്റെ ഗുണിതമല്ല. ഓക്കെ, ക്ലിയറായോ? എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്ത് 7ൻ്റെ ഗുണിതം. 7ൻ്റെ ഗുണിതമാണ്. ഇത് ഒരല്പം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒരല്പം ശ്രദ്ധിച്ച് ഇരുന്നാൽ മാത്രമേ നമുക്കിതൊന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. 7ൻ്റെ ഇതിലുള്ളതിൽ ഏറ്റവും ഒരല്പം പ്രശ്നമായിട്ട് വരുന്നത് 7ൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 7ൻ്റെ ഗുണിതം നമുക്ക് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? 7ൻ്റെ ഗുണിതത്തിലുള്ളതാണോ അല്ലേ എന്ന് കണ്ടെത്തുക. സംഖ്യയുടെ അവസാനത്തെ അക്കത്തിൻ്റെ ഇരട്ടി ബാക്കിയുള്ള സംഖ്യയിൽ നിന്നും കുറയ്ക്കണം. ഓക്കെ, ശ്രദ്ധിക്കുക ഈ പോയിന്റ്. സംഖ്യയുടെ അവസാനത്തെ അക്കത്തിൻ്റെ ഇരട്ടി ബാക്കിയുള്ള സംഖ്യയിൽ നിന്നും കുറയ്ക്കണം. ഈ രീതിയിൽ തുടരുമ്പോൾ ലഭിക്കുന്ന രണ്ടക്ക സംഖ്യ 7ൻ്റെ ഗുണിതമാണ് എങ്കിൽ സംഖ്യ 7ൻ്റെ ഗുണിതമായിരിക്കും. 7ൻ്റെ ഗുണിതമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ പറയുന്ന നിയമമനുസരിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ 7ൻ്റെ ഗുണിതം ആണോ അല്ലയോ എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, താഴെ തന്നിരിക്കുന്ന സംഖ്യയിൽ 7ൻ്റെ ഗുണിതം ഏത് എന്ന് ആണ് നമുക്ക് പ്രശ്നം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം. 38 36. ഓക്കെ, 38 36 തന്നിരിക്കുന്ന സംഖ്യ 7 കൊണ്ട് നിശേഷം ഹരിക്കുവാൻ സാധിക്കുമോ? അല്ലെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ 7ൻ്റെ ഗുണിതമാണോ അല്ലെങ്കിൽ 7ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 38 36 എന്ന് പറയുന്ന സംഖ്യയുണ്ട്. ഇതിൻ്റെ അവസാനത്തെ നമ്പർ എടുക്കുക. അവസാനത്തെ നമ്പർ 6 ആണല്ലോ. അവസാനത്തെ നമ്പർ 6. ഇനി അവസാനത്തെ നമ്പറിൻ്റെ ഇരട്ടി എടുക്കുക. അവസാനത്തെ നമ്പറിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പം 6ൻ്റെ സ്ക്വയർ, 6ൻ്റെ സ്ക്വയറല്ലോ, 6ൻ്റെ ഇരട്ടി. 6ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്ര? 12 എന്ന് കിട്ടും. ഓക്കെ, 6 × 2 നമുക്ക് എത്ര? 12 എന്ന് കിട്ടും. ഇനി ഈ 3836 എന്ന് പറയുന്ന സംഖ്യയിൽ നിന്ന് നമ്മൾ 6നെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി. ഓക്കെ, 6നെ സ്പ്ലിറ്റ് നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. 38 36. ഓക്കെ, 38 36 എന്ന് പറയുന്ന സംഖ്യ, ഇതിൽ നിന്ന് അവസാനത്തെ സംഖ്യയായ 6നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി. ഓക്കെ, 6 തമ്മിൽ ഭയങ്കര അടി അവിടെ കിടന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 6നെ സെപ്പറേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി നമ്മൾ 6ൻ്റെ ഇരട്ടി എടുത്തു. 6 + 6 12 എന്ന് കിട്ടി. ഓക്കെ, ബാക്കി എത്രയുണ്ട്? 383 ഉണ്ട്. ബാക്കി എത്രയുണ്ട്? 383 ഉണ്ട്. ആ 383നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കിട്ടിയിരിക്കുന്ന 12 കൊണ്ട് മൈനസ് ചെയ്യുന്നു. ഓക്കെ, 12 കൊണ്ട് മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 1 എന്ന് കിട്ടും. ഇവിടെ എത്രയെന്ന് കിട്ടും? 7 ഇവിടെ 8ൽ നിന്നും 1 പോയി കഴിഞ്ഞാൽ 7 എന്ന് കിട്ടും. ഇവിടെ 3 എന്ന് കിട്ടും. 371 എന്ന് കിട്ടും. ഓക്കെ, 371 എന്ന് പറയുന്ന സംഖ്യ ഇനിയും ചെറുതാക്കാൻ പറ്റുമല്ലോ. നമുക്ക് ഇതുപോലെ ഒന്നും കൂടെ ബാക്കിലോട്ട് എടുക്കാൻ പറ്റുമല്ലോ. പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 371 എന്ന് പറയുന്ന സംഖ്യയുടെ അവസാനത്തെ സംഖ്യ ഏതാ? 1. അവസാനത്തെ സംഖ്യ 1. അതിനെ നമ്മൾ മാറ്റി. 1ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 2. 1 + 1 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 37 ഈ ഉള്ള 37 - 2 നമുക്ക് എത്രയെന്ന് കിട്ടും? 35 എന്ന് കിട്ടും. ഇനി നോക്കിക്കേ, 7ൻ്റെ ഗുണിതത്തിൽ 7ൻ്റെ ടേബിൾ പറഞ്ഞ് നോക്കിയേ, 35 കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. 1 7 7, 2 7 14, 3 7 21, 4 7 28, 5 7 35. നോക്കടാ, കിട്ടി. സംഭവം കിട്ടി. 35 7ൻ്റെ ടേബിളിലുള്ളതാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 38 36 എന്ന് പറയുന്ന സംഖ്യ 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. ഓക്കെ,
7 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് 8ൻ്റെ നോക്കാം. 8ൻ്റെ ഗുണിതം നോക്കാം. 8ൻ്റെ ഗുണിതം 8ൻ്റെ ഗുണിതം എങ്ങനെയാണ്ടാ നമ്മൾ നോക്കുന്നത്? ഒരു സംഖ്യയിലെ അവസാനത്തെ 3 അക്കങ്ങൾ 0 ആവുകയോ അവസാനത്തെ 3 അക്കങ്ങൾ ചേരുന്ന സംഖ്യയെ അവസാനത്തെ 3 അക്കങ്ങൾ ചേരുന്ന സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുകയോ ചെയ്താൽ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുകയോ ചെയ്താൽ ആ സംഖ്യ 8ൻ്റെ ഗുണിതമാണ്. ആ സംഖ്യ 8ൻ്റെ ഗുണിതമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 8ൻ്റെ ഗുണിതം അല്ലെങ്കിൽ 8ൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സംഖ്യ ചെയ്യാം. സംഖ്യ ചെയ്തിട്ട് അത് 8 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കേടാ. അപ്പോൾ നമുക്ക് ഒരു നമ്പർ നോക്കാം. 20, 69, 12. ഈ തന്നിരിക്കുന്ന സംഖ്യയെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതിൻ്റെ നിയമം എന്താ? ഒരു സംഖ്യയിലെ അവസാന 3 അക്കങ്ങൾ 0 ആവുകയോ അല്ലെങ്കിൽ അവസാനത്തെ 3 അക്കങ്ങൾ ചേരുന്ന സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കുവാൻ സാധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് 8ൻ്റെ ഗുണിതമാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, അവസാനത്തെ 3 സംഖ്യ 0 ആണോ? അല്ല, 9, 12 ആണ്, അല്ലെങ്കിൽ 912 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 912നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 8 ഇവിടെ 1, 1 8 ഇവിടെ 1, ഇവിടെ ബാക്കി എത്ര കിട്ടും? ഇവിടെ 3 എന്ന് കിട്ടും. ഇനി 32 എന്ന് കിട്ടി. അടുത്ത നമുക്ക് 1 8 2 8 16 3 8 24 4 8 32. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 912നെ പൂർണ്ണമായിട്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യ 20, 69, 12 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് 8 കൊണ്ട് നിശേഷം ഹരിക്കുവാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണ്? മനസ്സിലായല്ലോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് ഒന്നുകൂടെ നമുക്ക് ചെയ്ത് നോക്കിയാലോ? ഒരു ചെറിയ സംഖ്യ. ഓക്കെ, 24, 34. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യ അവസാനത്തെ 3 സംഖ്യ 0 അല്ലെങ്കിൽ അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, 424 എന്നതാണ് മൂന്നാമത്തെ 3 സംഖ്യ എന്ന് പറയുന്നത്. ആ 3 സംഖ്യ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 4 2 4. ഓക്കെ, 1 8 2 8 16 3 8 24 4 8 32 5 8 40. അപ്പോൾ 5 8 40. ഇവിടെ 2, ഇവിടെ ഇറക്കി 4 ആയി. ഇനി നമുക്ക് നോക്കാം. 1 8 2 8 16 3 8 24. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് എന്ത് ചെയ്യാം? 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. ഈ പറയുന്ന 2424 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം 9ൻ്റെ ഗുണിതം. ഓക്കെ, 9ൻ്റെ ഗുണിതം. ഓക്കെ, 9ൻ്റെ ഗുണിതം ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇത് നമ്മൾ 3ൻ്റെ ഗുണിതം കണ്ടുപിടിക്കുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, 9 എങ്ങനെ നിശേഷം ഹരിക്കാൻ സാധിക്കും എന്നുള്ള സംഭവം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ചോദ്യം നമുക്ക് ചെയ്യാം. ഓക്കെ, ഒരു ചോദ്യം നമുക്ക് ചെയ്യാം. 4 4 5 1 0 7 3 3 എന്ന് പറയുന്ന ഒരു സംഖ്യ. ഈ സംഖ്യയിലെ അക്കങ്ങളുടെ തുകയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിച്ചാൽ ഇത് 9ൻ്റെ ഗുണിതമാണെന്ന് പറയും. നമ്മൾ ആ നേരത്തെ 3ൻ്റെ കേസ് പറഞ്ഞതുപോലെ, അതായത് ഈ 4 + 4 + 5 + 1 + 0 + 7 + 3 + 3 ഇതെല്ലാം കൂടെ കൂട്ടണം. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടൂടാ? ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 27 എന്ന് കിട്ടും. 27 എന്ന് കിട്ടും.
ഓക്കെ 27 എന്ന് കിട്ടും. ഈ പറയുന്ന 27 9ൻ്റെ ടേബിളിലുണ്ടോ നോക്കാം. 1 9 9, 2 9 18, 3 9 27. നോക്കടാ ഉണ്ട്. അപ്പോൾ നമുക്കിത് എന്താണ്, ഈ പറയുന്ന സംഖ്യ നമുക്ക് 9 കൊണ്ട് നിശേഷമായിരിക്കാൻ സാധിക്കുമല്ലോ. ഏസ് അപ്പോൾ ഈ പറയുന്ന സംഖ്യ നമുക്ക് 9 കൊണ്ട് നിശേഷമായിരിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. 2 2 2 3. ഓക്കെ ഈ സംഖ്യ 9 കൊണ്ട് നിശേഷമായിരിക്കാൻ സാധിക്കുമോ? നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 3. 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 3 11. ഓക്കെ 1 9 9. നമുക്കിനി ടേബിൾ പറഞ്ഞു നോക്കാം 8ൻ്റെ. 1 9 9, 2 9 18. അപ്പോൾ എന്ത് ചെയ്യത്തില്ലടാ, ഇത് 9ൻ്റെ ഗുണിതത്തിലുള്ളതല്ല, ഇത് നമുക്ക് കിട്ടത്തില്ല. ഓക്കെ അപ്പോൾ ഇത് 9ൻ്റെ ഗുണിതത്തിലുള്ളതല്ല. അപ്പോൾ 2 2 2 3 എന്ന് പറയുന്ന നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ ശരി. എങ്കിൽ അടുത്ത ചോദ്യം 10ൻ്റെ ഗുണിതം. ഓക്കെ 10ൻ്റെ ഗുണിതമാണ്. ഓക്കെ ഇതുള്ളതിൽ ഏറ്റവും എളുപ്പം ആയിട്ടുള്ള ഒരു സംഖ്യയാണ് 10. ഓക്കെ സംഭവമൊന്നുമില്ല. തന്നിരിക്കുന്ന നമ്പറിൻ്റെ ഏറ്റവും അവസാനത്തെ അക്കം 0 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യടാ, അത് 10ൻ്റെ ഗുണിതമാണ് എന്ന് പറയുവാൻ സാധിക്കും. ഓക്കെ 10ൻ്റെ ഗുണിതമാണ് എന്ന് പറയുവാൻ സാധിക്കും. ഓക്കെ എടാ അപ്പോൾ 10ൻ്റെ ഗുണിതമാണെങ്കിൽ ഈ ഇപ്പോൾ 100 10 1000 10000 ലക്ഷം കോടി നമ്മൾ ഇങ്ങനെ പറയുമല്ലോ. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യടാ, അവസാനത്തെ സംഖ്യ 0 ആയി കഴിഞ്ഞാൽ അത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയാം. ഇപ്പോൾ ഈ പറയുന്ന സംഖ്യയെയും നമുക്ക് എന്ത് ചെയ്യാം, അവസാനത്തത് 0 വന്നത്, അതുകൊണ്ട് നമുക്കിതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഡിവൈഡ് ബൈ 10. ഓക്കെ ഈ 0 അങ്ങ് പോയി ആൻസർ ഇങ്ങനെ കിട്ടും. ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവസാനത്തെ സംഖ്യ 0 അല്ലെങ്കിൽ 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ എടാ അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് 2 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സാണ്. ഓക്കെ ഇത് നമുക്ക് ഇനി നമുക്ക് ഇടയ്ക്കുന്ന ഒരു 12 14 36 46 ഇങ്ങനെയൊക്കെയുള്ള സംഖ്യകൾ, അല്പം വലുതായിട്ടുള്ള സംഖ്യകളൊക്കെ ഇനി നമുക്ക് ഇതുപോലെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഒരു ഫോർമുലാസ്, ഈ ഒരു നിയമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ നിയമം ഞാൻ പ്രിൻ്റ് ഔട്ട് തരാം. ഓക്കെ തൽക്കാലം ഇത് നിങ്ങൾ ക്ലാസ് കണ്ട് നോട്ട് എഴുതി എടുക്കുക. ഇന്ന് വൈകിട്ട് തന്നെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇതിൻ്റെ നിയമം അടങ്ങുന്ന ഒരു പ്രിൻ്റ് ഔട്ട് വരും. ഓക്കെ അപ്പോൾ എന്നാലും നിങ്ങളിതൊന്ന് എഴുതിയെടുത്ത് പഠിക്കുക. അപ്പോൾ ഇത്രയും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക മനസ്സിലായി എന്നുള്ള കാര്യം. ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.